ഡോക്ടർ പി.എ. ഫസൽ ഗഫൂർ നാളെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ജന്തർ മന്ദർ ഡൽഹിയിലെ സ്ഥിരം പ്രതിഷേധവേദിയാണ്. ചരിത്രപരമായി നോക്കിയ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളുടെ കൂട്ടായ്മകളൊക്കെ നടന്നുള്ള ഇടമാണ്. അവിടെ നാളെ പകൽ എന്ത് സംഭവിക്കുന്നതാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഞാനൊരു അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞ മച്ച് അഡോ അബൌട്ട് നത്തിങ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി തീരുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിക്കണം. അതിലേറ്റവും വലിയ പ്രക്ഷോഭം ഏതാണൊക്കെ എനിക്ക് ഓർമ്മയുള്ള നവനിർമ്മാൺ സമിതി എന്ന പേരിൽ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള അന്ന് ചിമ്മൻഭായ് പട്ടേലിനെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം. അത് പടർന്നു പിടിച്ചതിന് ശേഷം അത് ബീഹാറിലെത്തുകയും അവിടെ ജയപ്രകാശ് നാരായണൻ്റെ നേരെ സമ്പൂർണ്ണ ക്രാന്തി എന്ന പേരിൽ വരികയും അത് പിന്നീട് എമർജൻസിയിലോട്ട് വഴിയൊക്കെ ചെയ്താണ്. ഇത് അതുമാതിരിയുള്ള ഒരു സാധനമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് കുറേ വാട്സപ്പിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നത് 2 കോടി ആൾക്കാർ അവിടെ വരുമോ എന്ന് നിങ്ങളെ റിപ്പോർട്ടർക്ക് സംശയം. 2 കോടി എവിടെ നിന്ന് വരാനാണെന്നേ, അതിനുള്ള ലോജിസ്റ്റിക്സ് അവിടെ അസാധ്യമാണല്ലോ. അതെ അല്ല 2 കോടി ആൾക്കാരെ പേര് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറഞ്ഞത് അയ്യപ്പദാസ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതിലുള്ള ഞാൻ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതുകൊണ്ടാണ്. രണ്ടാമത് ഇതൊരു താക്കീതാണ് ഈ ജഡ്ജിമാർക്ക്. കാരണം എന്തെങ്കിലും അങ്ങോട്ട് മോറലായിട്ട് വിളിച്ചു പറയാം. ഒരു കോടതിയിൽ ഒരു വാദം നടക്കുമ്പോൾ വെറുതെ ചുമ്മാ ഒരു ഒബ്സർവേഷൻ പറയാം. അത് വിധിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ സോഷ്യലായിട്ടുള്ള കമൻറ്റുകളൊക്കെ അടിക്കുക, അത് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും ഈ സോഷ്യൽ കമൻറ്റ് നിങ്ങളുടെ മീഡിയയിൽ വരുമ്പോൾ അത് പരിക്ക് പറ്റിക്കുകയാണ് ആ വ്യക്തി, ആ കോടതിയിൽ വ്യക്തിയെ ഇതായിട്ട് നിർത്തിയിരിക്കുന്ന വ്യക്തിയെ. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നാളെ ഇതിൽ ചിലപ്പോൾ ഒരു തന്ത്രം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ആ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നു, അഭിജിത്ത് ലാൻഡ് ചെയ്തിട്ട് ഇയാൾ അവിടെ ചെല്ലുമ്പോൾ നാച്ചുറലി 7 ദിവസം പറയണമല്ലോ, അത് പറയാതിരിക്കുകയും ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. നിഷേധിക്കുന്ന ഉടനെ തന്നെ വലിയൊരു ബഹളം ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? ആ ബഹളം അവിടെ ആളൊന്നും എത്തണമെന്നില്ല. ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട്, ഒരു സംഭവമാക്കി മാറ്റിക്കൊണ്ട്, ഇവർ പറഞ്ഞു കേട്ടില്ല, ഇവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങൾ ഇതായിട്ട് വരിക, നിങ്ങളുടെ ഫോണായിട്ടൊക്കെ വരിക, എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ എടുത്ത് വേഗം നിങ്ങൾ പകർത്തുക എന്ന് പറയുമ്പോൾ അതെ കൂട്ടത്തോടെ വരിക. അപ്പോൾ കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്ത് കൂട്ടമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് 10,000 പേര് കൂടിയ പത്രത്തിൽ വരാൻ പോണ 1,00,000 പേര് കൂടിയതാണ്. അപ്പോൾ അതാണല്ലോ കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, എണ്ണാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പോൾ ആ നിലക്ക് അവിടെ ഇതിനൊരു വലിയൊരു വിഷയമാക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്താ അറിയോ, ഇത് മെയിൻലി ഇത് മീഡിയയിലാണ് ഇത് കൊണ്ടുനടക്കുന്നത്. മീഡിയയിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ഉപരി വിപ്ലവമായിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇതിനെ താഴത്തെത്തിക്കാൻ വലിയ പ്രയാസമാണെന്നേ. ഈ നമ്മൾ നേപ്പാളിൽ ചെറിയ ജനസംഖ്യയുള്ള ഒരു നേപ്പാളോ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ മാറ്റം, അതൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ വരെ മാറ്റം, രാജപക്ഷനെ മാറ്റേണ്ട ഇടിയാണ്. ഇതിപ്പോൾ ഒരു പരീക്ഷയുടെ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള CBSEയുടെ മുകളിലൊക്കെ ഉള്ള പ്രശ്നം, അത് ഈ രാജ്യവ്യാപകമായിട്ടൊരു പ്രക്ഷോഭമായി മാറ്റുക എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ശക്തമായിരുന്നല്ലോ എമർജൻസി കാലത്ത്, അതേമാതിരി ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് നിൽക്കുമ്പോൾ അതിന് എതിരായിട്ട് ഓഫ് കോഴ്സ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പല മീഡിയകളിലൊക്കെ വരണ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഒരു ഇടിത്തിയായിട്ട് വീഴും എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വ്യക്തിപരമായിട്ട് ശശി തരൂറിന് എന്ത് വേണമെച്ചാൽ പറയാം, മൈത്ര മഹോക്കും എന്ത് വേണമെച്ചാൽ പറയാം, അവർക്ക് പങ്കെടുക്കാതിരിക്കുക ചെയ്യാം. പക്ഷേ ഇതിനെ ഒരു പ്രക്ഷോഭമായി മാറ്റിയിട്ട് ഈ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് വ്യതിചലനങ്ങൾ മാറ്റാൻ പറ്റുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഇത് നമുക്ക് കണ്ടറിയണം ഇതാണെന്നുള്ളത്. കാരണം ഇതിന് യാതൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പും ഇല്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിനൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുള്ള ആളുകൾ എത്രത്തോളം തെരുവിൽ വരും എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മൾ പൊതുവെ വലിയ തോതിൽ പിന്തുണ ഇപ്പോൾ എന്താണ് രജനീകാന്തിനെ പോലുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വിചാരിച്ചപ്പോൾ വലിയ തോതിൽ പിന്തുണ കിട്ടും. പക്ഷെ അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ള ഒരു പ്രശ്നം ആ സമയത്ത് തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിജയ് മറ്റൊന്ന് തെളിയിച്ചു, അത് മറ്റൊരു രാഷ്ട്രീയ പരിസരം. ഒരു പക്ഷേ അത്തരം വിപ്ലവം എന്ന് പറയാവുന്ന സംഭവങ്ങളൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നാളത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചാണ്. ഇപ്പോൾ സമകാലികമായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ യുവജനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താം. അങ്ങനെ ഉള്ളൊരു പ്രധാനപ്പെട്ട പോരാട്ടമാണെന്ന് വയ്ക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ നാട്ടിലെ തൊഴിലില്ലായ്മ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്ക് ആശങ്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ യുവജനങ്ങൾ മുഴുവൻ നിരാശരാണ്. അപ്പം അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്ന ഇവർക്ക് കിട്ടുന്ന വലിയ 2 കോടി
എന്ന് പറയുന്ന ഫോളോവേഴ്സ് എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അവരൊക്കെ ആരാണ്? അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ തെരുവിലിറങ്ങി ഒരു ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിയുടെയോ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന കക്ഷികളുടെയോ ഒക്കെ അപ്പുറത്തായി ഒരു കൂട്ടായ്മയെ ചേരുമോ എന്നൊക്കെ പറയുന്നത് അങ്ങ് പറയുന്ന പോലെ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിന് സാധ്യത എത്രത്തോളം ഉണ്ട്? ഒരൊറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ മറ്റതിലേക്ക് പോകാം. ഇപ്പോൾ നാളെ രാവിലെ ഞാൻ നേരത്തെ എൻ്റെ പ്രതിനിധിയോട് ചോദിച്ച കാര്യം, ഇപ്പോൾ സാധാരണഗതിയിൽ 7 ദിവസത്തെ അനുമതി ഇല്ലാതെയുള്ള ഏത് സംഘം ചേരലിനും സ്വാഭാവികമായിട്ടും രാജ്യ തലസ്ഥാനത്ത് അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണമുണ്ട്. ഇതാണെങ്കിൽ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ നയിക്കാൻ ആളുകളോ ഒന്നും മുന്നിൽ നിൽക്കുന്ന സംഘടനയല്ല, ഒരു കൂട്ടായ്മയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ ആളുകൾ പറയുന്ന പോലെയാണെങ്കിൽ നാളെ രാവിലെ തൊട്ട് തന്നെ ഈ പാർലമെന്റ് സ്ട്രീറ്റ് ഏറ്റവും ഹൈ സെക്യൂരിറ്റി സോണാണല്ലോ, അവിടെയൊക്കെ കുറേ ആളുകൾ തമ്പടിക്കാം. പക്ഷേ അനുമതി വാങ്ങാൻ ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പോലും ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മകളോ സംഘം ചേരലോ ഒക്കെ തന്നെ അനധികൃതമായി കണക്കാക്കാനും ആ അർത്ഥത്തിൽ തന്നെ ഈ ആളുകളൊക്കെ പിടിച്ച് ഡീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത അവിടെ നിൽക്കല്ലേ? അല്ല, അത്തരത്തിലുള്ളൊരു മണ്ടത്തരം ഭാരതീയ ജനതാ പാർട്ടി ചെയ്യൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും തന്ത്രശാലികളുള്ള ഒരു പാർട്ടിയാണ് അവർ. അപ്പൊ അത്തരത്തിൽ ഇവരെ പോയിട്ട് ഷഹീദാവാന്ന് പറയും ഞങ്ങൾ. നമ്മൾ മനസ്സിലായില്ല, ഒരു രക്തസാക്ഷിയാക്കിക്കൊണ്ട് ഈ അഭിജിത്തിനെ വലിയൊരു രക്തസാക്ഷിയാക്കാനായിട്ടൊന്നും അവർ സമ്മതിക്കൂല. എന്താ അറിയോ, രക്തസാക്ഷിയായി എന്ന് വെച്ചാൽ രക്തസാക്ഷിയാക്കി അപ്പോൾ ആക്കാനായിട്ടുള്ള ഒരു തന്ത്രം ഇയാൾ എടുത്താലും എനിക്ക് തോന്നുന്നില്ല ബുദ്ധിയുള്ള ഒരു ഗവൺമെന്റ്, മനസ്സിലല്ലേ, ആ ഗവൺമെന്റ് ഇവരെ എങ്ങനെയെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരവിടെ കൂടിക്കോട്ടെ, അവർ പിരിഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഗവൺമെന്റ് എടുക്കുക. ശംഭു പ്രസാദ് കൂടുതൽ അതിനെ പറ്റിയിട്ട് അദ്ദേഹം പറയും. ശരി, ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഈ ഒരു ബദലില്ലായിക രാജ്യത്തെ യുവത മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതെന്ത് വർത്താണ് ഈ ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിപക്ഷമുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട കോൺഗ്രസ് തറവറ്റിയെന്നൊന്നും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും ഞാൻ എണ്ണി പറയാം. ഈവൺ ആസാമിൽ തോറ്റ് തരിപ്പണായെങ്കിലും ആ പാർട്ടി തന്നെയാണ് മുന്നിലുള്ളത്. പിന്നെ ബാക്കി ജയിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതേമാതിരി തന്നെ പ്രാദേശിക പാർട്ടികൾ മോശമാണോ? JDU അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഓഫ് കോഴ്സ് DMK ഡൗൺ ആണെങ്കിലും മറ്റൊരു വന്നെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ TDP. അപ്പോൾ ഇതൊന്നും ഇവിടെ ഈ രാജ്യത്ത് ഇതൊന്നും കൊള്ളൂല. ഞങ്ങൾ അധികായനായി നിൽക്കുകയാണ്. അത് സമീപകാലത്തൊന്നും ഒരു പക്ഷേ വലിയ തകർച്ച സംഭവിക്കാതെ നിൽക്കാൻ പറ്റിയ ഒരു സംഘടനാ സമിതി, ഞാൻ അതിൻ്റെ ഭരണത്തിൽ എത്ര കാലം നിൽക്കുന്നുള്ളതല്ല, അതിൻ്റെ സംഘടനാ ബലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറുവശത്ത് കോൺഗ്രസ് നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കൊണ്ട് ഒരു BJP വേഴ്സസ് കോൺഗ്രസ് യുഗം ഉടനെ സംഭവിക്കുന്നു നമുക്ക് പ്രത്യേകിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ മോഡൽ എന്താണ്? പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യം, അതിനെ കോൺഗ്രസ് നയിക്കാൻ പറ്റി ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ ഈ സഖ്യം തകർച്ചയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പല താല്പര്യങ്ങളുള്ള പല നാട്ടിൽ നിന്ന് വരുന്ന, ഇപ്പോൾ ഒറീസയിലെ അവിടുത്തെ പാർട്ടി, ബംഗാളിൽ മാത്രമുള്ള തൃണമൂൽ, ബംഗാളിൽ മാത്രമെന്ന് വെച്ചാൽ നമുക്കറിയാലോ, തമിഴ്നാട്ടിലുള്ള DMK തുടങ്ങി അവർക്കൊക്കെ വെവ്വേറെ താല്പര്യങ്ങളാണ്. ആത്യന്തിക താല്പര്യം എന്താണ്? അതാത് സംസ്ഥാനങ്ങളുടെ ഭരണമാണ്. അപ്പോൾ അവരുടെ മുന്നിലുള്ള എന്താണ് ഭരണം എന്ന താല്പര്യത്തിനപ്പുറത്ത് ഇപ്പോൾ കോൺഗ്രസിന് രാജ്യത്ത് ഒരു ബദലാവാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിലേക്ക് അണിനിരക്കാൻ പറ്റിയ കൂട്ടുകാർ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിനില്ല. കോൺഗ്രസ് നേരിടുന്നൊരു യഥാർത്ഥ വെല്ലുവിളി അതാണല്ലോ. അപ്പോൾ അവരുടെ മുന്നിലെ പ്രധാന പ്രശ്നം എന്താണ്? ഭരണം കിട്ടുക, അടുത്ത ഇലക്ഷനിൽ UP പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ബംഗാൾ പിടിക്കുക, തമിഴ്നാട് പിടിക്കുക, ഇതല്ലേ? ഒരു സംശയമില്ല അയ്യപ്പദാസ്, ഇതെല്ലാം ജാതി കുടുംബ പാർട്ടികളാന്നേ. ഇവർ നിങ്ങളെടുത്ത് നോക്കും, എല്ലാം അച്ഛനും വലിയച്ഛനും മുത്തച്ഛനും മകനും പേരക്കുട്ടി ഇതെല്ലാം കൂടെ. അപ്പോൾ DMK നമുക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആശയപരമായിട്ട് അഭിപ്രായമുള്ള ഒരാളാണ് DMK-നോട്. അതുമാതിരി അതേമാതിരി തന്നെ TDP മരുമകനാണല്ലോ NTR-ന്റെ, അതിൻ്റെ മകനുണ്ട് ഇപ്പോൾ ഇരിക്കുന്നത്. ഇയാളുടെ മകൻ. എല്ലാ സ്ഥലത്തും ഈ പ്രാദേശിക പാർട്ടികൾ കാരണമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം വീക്കായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ തെറ്റുകളിൽ നിന്നാണ് ഈ പാർട്ടികൾ വന്നത്. NT രാമറാവുവിനെ അപമാനിച്ചു, ബീഗംപേട്ട എയർപോർട്ടിൽ വെച്ചു, അവിടെ ഒരു പാർട്ടി വന്നു. അതേമാതിരി തന്നെ മമതാ ബാനർജിയെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല, അവിടെ ഒരു പാർട്ടി വന്നു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ സെൻട്രൽ നേതൃത്വത്തിൻ്റെ, അത് ഇപ്പോഴത്തെ ഞാൻ രാഹുൽ ഗാന്ധിനെ ഒരിക്കലും കുറ്റം പറയൂല, ഇതിന് മുമ്പിനെതിരെ കുറേ കാലമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന 50 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പാണ്. പക്ഷേ ഇവർ വേരുറച്ച് കഴിഞ്ഞു.
ഈ പാർട്ടികൾ ഇപ്പൊ TDP, YSRCP, DMK, അണ്ണാ DMK, ഇപ്പൊ വിജയുടെ പാർട്ടി, ഇതൊക്കെ വേരുറച്ചിരിക്കുകയാണ് മമതയുടെ പാർട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്നത്, ദേശീയ വിഷയങ്ങൾ വരുമ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടെ, ഇവർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, ഇവർ UP ആണെന്നൊക്കെ ഉള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പല ഘട്ടങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഒരു പ്രോഗ്രാം പറയുമ്പോൾ, കോൺഗ്രസ് പറയുമ്പോൾ ഇവരതിന് കൂട്ടുവെക്കൂല. ഇവരെങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തുടങ്ങാൻ വെക്കാൻ നോക്കും. ഉദാഹരണം വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി പറയുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന്. ആദ്യം പറഞ്ഞത് CPM ആണെന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് BJP എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇവർ പറയാം എന്താ അത് കോൺഗ്രസ് ആണെന്ന് പറയും. അവർ കോൺഗ്രസ് ആണെന്ന് പറയണ്ടല്ലോ, മനസ്സിലായി? കോൺഗ്രസ് ആയിട്ടാണല്ലോ തുടങ്ങിയത്, ശത്രുവായിട്ട് തുടങ്ങി. BJP ഇപ്പോൾ വന്നതല്ലേ. അപ്പൊ ആ നിലക്ക് അതിനെല്ലാം ബദലായിട്ട് ഇവർ വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ദേശീയ പാർട്ടികൾ, ഞാൻ നേരത്തെ കോൺഗ്രസ് കാര്യം പറഞ്ഞതാണ്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹിമാചലിലും ഒക്കെ ഇലക്ഷൻ വരേണ്ടതേ. അപ്പൊ നമുക്കറിയാം അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളാണ്. ഹരിയാന മാറി മാറി വന്നിരിക്കുന്ന സ്റ്റേറ്റുകളാണ്. അപ്പൊ ആ പാർട്ടിയെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ നോക്കണ്ട, അതിന് പകരമായിട്ട് ഒരു കൂട്ടായ്മ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ കൂട്ടായ്മയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനത് പരിശോധിച്ച് നോക്കി. അത് ഡൽഹിയിലും ബോംബെയിലും ഹൈദരാബാദിലും മറ്റേ എന്താ പറയുക ബാംഗ്ലൂരിലും മാത്രമുള്ള ഒരു എന്താ പറയുക വിസ്മയം എന്നാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞാൽ വിസ്മയമാണെന്ന് പറയുന്നത്, മനസ്സിലല്ലേ? ഒരു വിസ്മയമാണ്. അതല്ലാതെ അതിന് യാതൊരു തരത്തിലുള്ള തൃണമൂൽ അടിവേരുകൾ അതിന് എവിടെയില്ല. അങ്ങനെ അടിവേരുകളില്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു മറ്റേ നമ്മുടെ എമർജൻസി കാലത്ത് അതിന് അടിവേരുകൾ ഉണ്ടാക്കി കൊടുത്തത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളാണെന്നേ. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടീനെ അവിടെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന് കോൺഗ്രസിനെ തോൽപ്പിച്ചത്. അല്ലാതെ ഒരു മൂവ്മെന്റും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുള്ള എന്നതായിരുന്നല്ലോ ആ ഘട്ടത്തിൽ 70കളിലേത്. ഇപ്പൊ അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ് മാറ്റമാണ്. ഇപ്പൊ വിപ്ലവം മാറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ 2000-ന്റെ ഒടുവിലൊക്കെ നമ്മൾ കണ്ട് ഒരുപക്ഷെ 2014 ദേശീയ തലത്തിൽ BJP ഗുണഭോക്താവായി. തൊട്ടടുത്ത വർഷം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ നിലപരിശാക്കിക്കൊണ്ട് രണ്ടിടത്തും, അത് ഡൽഹി ആവട്ടെ അല്ലെങ്കിൽ ദേശീയ തലമാവട്ടെ, രണ്ടിടത്തും കോൺഗ്രസിനെ വീഴ്ത്തിക്കൊണ്ട് ഉണ്ടായ ഒരു മുന്നേറ്റം അത് മറ്റു ചില രാഷ്ട്രീയ ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വേർഷനിലേക്ക് അടുക്കാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ അതുപോലെ വലുതാവുന്ന ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാക്കുന്നതല്ല, പക്ഷേ സാമൂഹ്യമായിട്ട് ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ നോക്കൂ, ഇവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ആദ്യത്തെ കാര്യം വിരമിച്ച CJIക്ക് രാജ്യസഭാ സീറ്റില്ല. അങ്ങനെ ഒരു കൂട്ടർക്ക് പറയേണ്ടി വരുന്നത് എന്താണ്? ഇതൊന്നും വലിയ തോതിൽ ആലോചന നടത്തി ഇപ്പൊ കോൺഗ്രസ് ഇവിടെ എന്താണ് അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവർ തയ്യാറാക്കിയ മാനിഫെസ്റ്റോ പോലെയോ, അല്ലെങ്കിൽ CPM വീണ്ടും തുടർഭരണം കിട്ടുന്നു വിചാരിച്ച് തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോ പോലെ ഒന്നും ആഴത്തിൽ പഠിച്ചിട്ടുള്ളതല്ല, അത്ര സമയം എടുത്തിട്ടുള്ളതല്ല നമുക്കറിയാം. കാരണം എന്താ, ഒരൊറ്റ ദിവസത്തെ CJയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും അവിടെ ഈ നാട്ടിലെ ആളുകൾക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ അതിലുണ്ട്. ഇന്നലെ വരെ രാജ്യത്ത് വിധി പറഞ്ഞൊരു ജഡ്ജി തൊട്ടടുത്ത ദിവസം കിട്ടുന്ന പൊളിറ്റിക്കൽ എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താ, ഈ പാർലമെന്റ് മന്ത്രിസഭയിലും 50% സംവരണം, വനിതാ സംവരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് ഘട്ടത്തിലാണ്, ഏത് തരത്തിലാണ് നടപ്പായത്? 5 ഒരെണ്ണം എന്ന് പറയുന്നത് ഈ കൂറുമാറ്റം സംഭവിച്ചാൽ ഇത് ഈ നാട്ടിലെ യാഥാർത്ഥ്യമല്ലേ? ഏത് സംസ്ഥാനത്തും എപ്പോൾ വേണേൽ നടക്കാൻ പോകുന്നു. ഇപ്പോൾ നോക്കൂ, ബംഗാളിലെ രാഷ്ട്രീയം ആകെ മാറി മറിഞ്ഞ് ഏത് തലത്തിലേക്കാണ് പോകുന്നത്? മമതാ ബാനർജി എന്താണ് അപ്രസക്തയാവുന്ന ഒരു രാഷ്ട്രീയ ചിത്രം അവിടെ ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കേവലം 3 ആഴ്ച കൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാത്തതല്ല, അവരാരും ചെയ്യാൻ താല്പര്യപ്പെടുന്നതല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിലവിലെ സിസ്റ്റത്തിൽ വലിയ അതൃപ്തിയുണ്ട്, നിരാശയുണ്ട്. അല്ല അയ്യപ്പദാസ്, ഇതെല്ലാം നമ്മളിവിടെ ഡീൽ ചെയ്തതാ. 50% റിസർവേഷൻ ഈ കേരളത്തിൽ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്, ബീഹാറിൽ JDU നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ 50% സ്ത്രീകൾക്ക് സംവരണം ഇല്ലാന്ന് പറയണം, പാർലമെന്റിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം, അതിനൊക്കെ സമയമെടുക്കും, അതിന് പ്രശ്നം. നമ്പർ 2, ജഡ്ജിമാരുടെ ഈ തോന്നിയാസങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളെല്ലാവരും ഇംപീച്ച്മെന്റിന് വരെ പോയില്ലേ, നമ്മൾ രാമസ്വാമിയുടെ കേസിൽ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയണം. തൊഴിലില്ലായ്മ പരിഹാരമായിട്ട് എത്രയോ ഗവൺമെന്റുകൾ പോരാടിയിരിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ജസ്റ്റ് ഒരു നമ്മളൊരു പ്ലാറ്റിറ്റ്യൂഡ്സ് എന്നുള്ള വാക്കുണ്ട് ഇംഗ്ലീഷിൽ, അതായത് നമ്മൾ അടിച്ചുവിടുക കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇപ്പോൾ കൂറുമാറ്റ നിയമത്തിൽ മനസ്സിലായിരുന്നു, നമുക്കറിയാലോ, അതിന് ശ്രമിച്ചു കൊണ്ടുവന്നില്ലേ? ആ കൂറുമാറ്റ നിയമത്തിൽ 2/3 പാർട്ടി വളരണ്ടേ, മനസ്സിലായില്ലേ? 1/3. അപ്പോൾ അതൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടെന്നേ. പിന്നെ അതിലപ്പുറത്തൊന്നും പറ്റൂല. കാരണം എല്ലാവരും ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിക്റ്റേറ്റർഷിപ്പ് ആ പാർട്ടിയുടെ. അത് പറ്റുമോ? ഒരു തരത്തിലുള്ള ഒരു വിമതസ്വരം ഒരു പാർട്ടിയിലും പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ ഇത് ഓൾറെഡി ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും
നമ്മൾ ഓൾറെഡി നടപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നടപ്പാക്കിയ കാര്യങ്ങളാണ്. ഒന്ന്, പിന്നെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി വല്ലതും പറയാനുണ്ടോ? ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി പറയാനുള്ളോ? നമുക്ക് പ്രശ്നമായിട്ടുള്ള സംവരണത്തെ പറ്റി വല്ലതും പറയാനുണ്ടോ? നമുക്ക് പ്രശ്നമായിട്ടുള്ള ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റി വല്ലതും പറയാനുണ്ടോ? നമുക്ക് ഇവിടെ പ്രശ്നമായിട്ടുള്ള അല്ല, അതറിയില്ല. നാളുകളിൽ തെളിയേണ്ട ആണ് ആരൊക്കെ അതിനോട് ചേരുന്നു. അങ്ങനെ ചേർന്ന് ഈ നയം പ്രഖ്യാപിക്കേണ്ട തലത്തിലേക്ക് ഒരു ബേസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടണമെങ്കിൽ ഈ ആളുകളൊക്കെ മണ്ണിലിറങ്ങണം. അതുകൊണ്ടായി പറഞ്ഞ നാളത്തെ ദിവസം ആ അർത്ഥത്തിൽ കുറച്ച് പ്രധാനമാണ്. അല്ല, അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്ന ഒരു സാധനം മുന്നോട്ട് വരുമ്പോൾ അവർ അവർ ആ അജിറ്റേഷനിൽ തന്നെ നിൽക്കണം ആദ്യം. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അവർ CBSEക്കുള്ള അജിറ്റേഷൻ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇതിനുള്ള മാർക്ക് ഇതിന്റെ പ്രശ്നം നീറ്റ് പരീക്ഷ ആ അജിറ്റേഷനിൽ മാത്രം നിന്നുകൊണ്ട് വലിയൊരു അജിറ്റേഷൻ സംഘടിപ്പിക്കട്ടെ. നമ്മളെല്ലാവരും ചേരാന്നേ. അതിന് പോയിട്ട് പറയിട്ട് ലോകത്തുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ട് പല കാര്യങ്ങൾ പറയാ. അതിന് യാതൊരു വ്യക്തത ഇല്ല. അപ്പൊ പാർട്ടി ഉണ്ടാക്കുമെന്ന് അറിയില്ല, പാർട്ടി ഉണ്ടാക്കൂല എന്നറിയാം. അതിന് മാനിഫെസ്റ്റോ ഉണ്ടോന്നോ മാനിഫെസ്റ്റോ ഇല്ല. അതിനൊരു ഘടന ഉണ്ടോ ഒന്നുമില്ല. അപ്പൊ ഇറ്റ് ഷുഡ് റിമെയിൻ ഒരു മൂവ്മെന്റിൽ മാത്രം. അവരുടെ ഡിമാൻഡ് എന്താ? ധർമ്മേന്ദ്ര പ്രധാൻ ഷുഡ് റിസൈൻ. ധർമ്മേന്ദ്ര പ്രസാദ് റിസൈൻ ചെയ്യട്ടെ. മറ്റുള്ള ഉദ്യോഗസ്ഥരും അവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. അത് നടക്കട്ടെ. നീറ്റ് മര്യാദ നടത്തണം. ഉദാഹരണമായിട്ട് ഞാൻ നീറ്റ് നടത്തുന്നതിനെതിരായിട്ടുള്ള ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രാദേശികമായിട്ട് വിട്ടുകൊടുക്കണം. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് എൻ്റെ വേറെ പ്രശ്നം എന്താ അറിയോ? വടക്കേ ഇന്ത്യയിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് നമ്മുടെ ഇത് ആൾമാറാട്ടം തൊട്ടിട്ട് മനസ്സിലായില്ലേ, കോപ്പിയടി തൊട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചിട്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പം നമുക്കത് പിടിക്കാൻ പറ്റാത്തതിന് കാരണം എന്താ? നമുക്ക് അറിയൂല ഈ ആൾക്കാർ. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ കുട്ടികൾ അവിടെ പഠിക്കാൻ വന്നു. നമുക്ക് ഇവരെ അറിയൂല. അതായത് നമ്മുടെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ തിരുമറി നടത്തിയാൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ഇവിടെയുള്ള കുറേ കുട്ടികൾ അവിടെ പോയി പഠിക്കാം. ഞാൻ മെഡിസിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ പോയി പഠിക്കുക. അവിടെയുള്ള കുട്ടികൾ കുറേ ഇങ്ങോട്ട് വന്ന് പഠിക്കുക. അതൊരു വെറും ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ബേസിസിൽ 15% ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കിയത്. ഇപ്പം നമ്മുടെ പെൺകുട്ടിലേക്ക് ആസാമിൽ പോയി പഠിക്കുക, അനാവശ്യമായിട്ട് അവർ ഒറീസയിൽ പോയി പഠിക്കുക. എന്നിട്ട് ഒറീസയിലെ കുട്ടി ഇവിടെ വരും. എന്തിനാ? എല്ലാ സ്ഥലത്തും പഠിക്കോളം ഇല്ല ഇപ്പോൾ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നീറ്റിലുണ്ട്. അവിടെ നീറ്റ് ഒരു അവലോകനം നടത്തണം. ഞാൻ മാറ്റിയെടുക്കണം എന്നല്ല പറഞ്ഞത്. നീറ്റ് അവലോകനം നടത്തണം, അതിൻ്റെ സിസ്റ്റത്തിൽ അവലോകനം നടത്തണം. അതിന് വേണ്ടിയിട്ട് പോരാടുക. അത് പോരാടുന്നതിന് പറയാം ഉടനെ തന്നെ ലോകത്തുള്ള ഇതും പറയില്ല, നമ്മൾ ഷോർട്ട് ഗൺ വെക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? വെടി ഞങ്ങൾ വെച്ച് പറയണം എങ്ങോട്ടേക്കാ പോകണമെന്ന് ആയിരിക്കും പറഞ്ഞുകൂടാ. അപ്പൊ എന്തിനാ അങ്ങനെ വെടി വെക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അത് നിർത്തിക്കൊണ്ട് ഇവര് ഫോക്കസ് ഈ കാര്യത്തിലായിരിക്കണം. മനസ്സിലായില്ലേ? ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു ഫോക്കസിന്റെ മുകളിൽ നിൽക്കണം. കാലങ്ങളായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങ് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, പിന്നെ എന്തിനാ അസമിലെ കുട്ടി ഇവിടെ വരുന്നതൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ ഞാൻ ഈ സമീപകാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള സ്വകാര്യ സർവകലാശാലകളാണെങ്കിൽ പോലും, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ പോലും അവർ പ്ലേസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവർ ജോയിൻ ചെയ്യാൻ പറയുക ഇവിടെയല്ല, അവർ ബാംഗ്ലൂരാണ്, ഇവിടെ കൊടുക്കില്ല. അപ്പോൾ അത് എന്താണ്, ഈ കുട്ടികൾ ആന്തരികമായിട്ടും ഒക്കെ വളരുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. താങ്കൾ അതിനോട് യോജിക്കുന്നില്ലേ? അയ്യപ്പദാസ് മെഡിസിനിൽ മാത്രം ഇല്ല. ഞാൻ പറഞ്ഞ ഞാൻ മെഡിസിനെ പറ്റി മാത്രം പറഞ്ഞോ. മെഡിസിനിൽ 6-7 കൊല്ലം ദൂരെ പോയിട്ട് ഒറ്റക്ക് ഇത് മറ്റേ ഷോർട്ട് കോഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മെഡിസിൻ മാത്രം ഉദ്ദേശിച്ചു. MD അടക്കം 10-12 കൊല്ലം പോയി കണ്ടിരുന്നു. ഓക്കെ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്താണ് ഞങ്ങളിൽ അർപ്പിതമായ കടമ, അത് ചെയ്യുന്നുണ്ടോ എന്ന് അധികാരി വർഗമോ പ്രതിപക്ഷത്തിരിക്കുന്ന വ്യവസായ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒന്ന് പിടിച്ചു നോക്കാനുള്ള ഒരു കണ്ണാടിയായിട്ടെങ്കിലും ഈ ദിവസങ്ങൾ ഇവരുടെ ഒരു പ്രസൻസ് മാറിയിട്ടുണ്ടാവുമോ? അത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരിനി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ മുഴുവനായിട്ട് വന്നിട്ടില്ലല്ലോ. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഷാബു പ്രസാദ് നല്ലൊരു നടനാണ്. കാരണം വെച്ചാൽ നമ്മുടെ മാർക്ക് ആന്റണി ഉണ്ട് ഷേക്സ്പിയറിൽ, അദ്ദേഹം സീസറെ പറ്റിയിട്ട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അവിടെ വന്നിട്ട്. ഐ കം ഹിയർ നോട്ട് ടു പ്രൈസ് സീസർ ബട്ട് ടു ബറി ഹിം എന്ന് പറഞ്ഞു. അദ്ദേഹം മാതിരി മൂപ്പര് നമ്മുടെ ജിൻഡോനെ കുഴിയിലാക്കാൻ നോക്കുകയാണ്. മനസ്സിലായില്ലേ? പക്ഷെ ജിൻഡോ നല്ല ഡിഫൻസൊക്കെ പുട്ടപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സെർ ആയാലും CA ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അഴിമതി ആയാലും ജുഡീഷ്യൽ അഴിമതി ആയാലും കോൺഗ്രസ് കുറച്ചുകൂടെ ശക്തമായിട്ട് സസ്റ്റൈൻഡ് ആയിട്ടുള്ള അജിറ്റേഷൻ നടത്തണം. അല്ല, അജിറ്റേഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ഇട്ടിട്ടങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന വോട്ട് ഇതായിട്ടുണ്ട്, വോട്ട് കള്ളത്തര വെള്ള വോട്ടാണ് നടക്കുന്നത് മുഴുവൻ. ശരി, യു കണ്ടക്ട് ആൻ അജിറ്റേഷൻ ടിൽ ദ എൻഡ്. മനസ്സിലായില്ല? അതിൽ കുറെ സാക്രിഫൈസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ആ ഒരു അജിറ്റേഷൻ വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നേ. അല്ലാതെ നമ്മളിപ്പോൾ കുറച്ചത് അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് പിന്നീട് അടുത്ത വേറൊരു വിഷയത്തിലോട്ട് എടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ വേറൊരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു, അല്ലെങ്കിൽ വേറൊരു ജാഥ നടത്തുന്നു, അതിൽ കാര്യമില്ല.
ഈ റെജീമിനെ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു അജിറ്റേഷൻ ടു ദ എൻഡ്. അതാണ് ഞാൻ എമർജൻസിയുടെ കാര്യം പറയാൻ കാരണം. ഇന്ദിരാഗാന്ധിയെ ടോപ്പിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് വിമോചന സമരം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുമാതിരിയുള്ള ഒരു സമരം നടത്തിയാൽ ഷാവു പ്രസാദിന്റെയും നമ്മുടെ ആന്റണി റോള് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.